വേദിയിലുള്ള പ്രിയ സുഹൃത്ത് സുചിത്ര, ഗോപി, സുധീഷ്, മറ്റ് സഹോദരങ്ങളെ, ഈ വലിയ ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരുപാട് എറണാകുളത്തെ വലിയ മഹാന്മാരൊക്കെ ഫ്രണ്ടിൽ NS മാധവനൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. അപ്പം കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. പക്ഷേ ഞാനിവിടെ വന്ന് കയറുമ്പോൾ ഈ കേൾക്കുക ലൈവ് പോകണ്ട. അപ്പോൾ പിന്നെ ഇല്ല, ഞാനത് പകുതി തമാശയായിട്ട് വന്ന് കുട്ടിയാൽ മതി. ഈ പിന്നെ പറയാൻ വന്നതും അല്ല, ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ സുചിത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടത്. സുചിത്രയുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് ചെറിയൊരു അറിവ് എനിക്കുണ്ടെങ്കിലും സുചിത്ര അതിങ്ങനെ പറയുന്നത്, സുചിത്ര തന്നെ അവസാനം പറഞ്ഞു ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ടത് പറയുന്നതെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ കവിതയ്ക്ക് ആമുഖമായി പറയാണ്ടിരുന്ന വലിയ വലിയ ഗടാഗടിയൻ കാര്യങ്ങളൊക്കെ അപ്രസക്തമായി. കാര്യം ഗാന്ധിയോടൊപ്പം ജീവിച്ച ആളാണ് ഫലത്തിൽ. നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഇരുന്നുകൊണ്ടും അല്ലെങ്കിൽ ഇടത്തരക്കാരൻ്റെ മിഡിൽ ക്ലാസിൻ്റെ സൗകര്യങ്ങളോടെ ജീവിച്ചുകൊണ്ടും എഴുതുന്നതും ആലോചിക്കുന്നതും പറയുന്നതും പലതും നേരിട്ടുള്ള അനുഭവങ്ങളല്ല. അപ്പം നേരിട്ടുള്ള ഒരു അനുഭവത്തിന് മുമ്പിൽ നമ്മുടെ ഏതൊരു ആർജിത ജ്ഞാനവും അപ്രസക്തമാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഈ വൈകാരികതയെക്കുറിച്ചൊക്കെ സുഹൃത്തമായതിൻ്റെ അർത്ഥം അതാണ്, അതിൻ്റെ പൊരുൾ അതാണ്. പൊതുവെ അത്തരം ഭാഷയുടെ പേരിൽ ഒരുപാട് ചീത്ത കേൾക്കുന്ന ആളുമാണ് ഞാൻ. കാര്യം ശൈക്ഷണികമായി കാര്യങ്ങൾ മനസ്സിലാക്കലിനേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മുടെ അനുഭവം എന്നുള്ളത് കൊണ്ടുള്ള ഒരു ആത്മനിന്ദ ഇത്തരം എല്ലാ വിഷയങ്ങളിലും പുലർത്തുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വലിയ പരിമിതിയായിട്ടും എൻ്റെ ഒരു വിമർശനാത്മകമായ എന്നോട് തന്നെയുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണാറുള്ളത്. ഇനി ഞാൻ കവിത ചൊല്ലുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം. ഈ സുചിത്ര സംസാരിച്ചത് കേട്ടത് കൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. വാസ്തവത്തിൽ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂകളൊക്കെ. എൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു കുട്ടി, അതായത് എൻ്റെ സഹോദരിയുടെ മകൻ, അവൻ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അവൻ ഇച്ചിരി ഓവർ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. പാവം നല്ല കുട്ടിയാണ്. അവൻ്റെ വീടെന്ന് പറയുന്നത് പുസ്തക വായനയൊക്കെയുള്ള വീടാണ്. അവൻ്റെ അച്ഛൻ നല്ല കറകളഞ്ഞ പരമ്പരാഗത മാർക്സിസ്റ്റാണ്. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പുസ്തകങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തനമല്ല, പുസ്തകം വായിക്കുന്ന പാർട്ടി പ്രവർത്തനം തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളും പ്രധാനപ്പെട്ട വാരികളൊക്കെ വായിച്ച് വളരുന്നൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ തമ്മിലൊക്കെ അത്തരം സാഹിത്യം, കല, രാഷ്ട്രീയം പോലുള്ള വിഷയങ്ങൾ ഇവനിത്തിരി പ്രകോപിതനാകുന്ന സ്വഭാവമുള്ള കുട്ടിയായതുകൊണ്ട് ഞാനും ആ ജനിച്ചപ്പെട്ട ആളായതുകൊണ്ടും ആയിരിക്കും ഞങ്ങൾ തമ്മിൽ ഈ ചെറിയ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ തർക്കങ്ങൾ പ്രകോപനപരമായിട്ട് അവന് പലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഏതോ ഒരു പുസ്തകം വായിക്കുന്നത്, ഞാൻ പറഞ്ഞു നീ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ വായിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവൻ എടുത്തടിച്ച പോലെ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ അവൻ്റെ പുസ്തകമൊന്നും വായിക്കില്ല. ഇത് അധികം കാലമൊന്നും ആയിട്ടില്ലേ സംഭവം നടന്നിട്ടും. ഞാൻ അവൻ്റെ പുസ്തകം, മലയാളത്തിൽ അവൻ എന്നുള്ള പ്രയോഗത്തിൻ്റെ കോണ്ടക്സ്റ്റ് നമുക്കറിയാമല്ലോ. ഞാനൊരു ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ആൾക്ക് ആദ്യം പിടികിട്ടില്ല. പിന്നെ ഞാൻ ഈ അവൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ മലയാളത്തിലെ ഒരു സ്റ്റാറ്റസ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ വല്ലാണ്ടായിപ്പോയി വാസ്തു. കാര്യം അവനെ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം എനിക്കും കൂടെ ഉള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് മൊത്തത്തിൽ ഉള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിന് പൊതുവേ ഉള്ളതാണ്. പൊതുവേ ലെഫ്റ്റ് ഓറിയൻറ്റഡായ, പ്രത്യേകിച്ച് മാർക്സിസം പഠിച്ച് വളർന്നിട്ടുള്ള, മാർക്സിസം പോലത്തെ കാര്യങ്ങൾ പഠിച്ച് വളർന്ന ആ സ്കൂളിങ്ങിൽ പെട്ടവരിൽ പൊതുവേ ഉള്ളൊരു സ്വഭാവവിശേഷമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് പിന്നെ CPMകാരും നക്സലൈറ്റുകളോ ഇൻഡിവിജ്വലായ മാർക്സിസ്റ്റുകളോ ഉൾപ്പെടെയുള്ളവരിൽ ഈ ഗാന്ധിസത്തോടും ഗാന്ധിയൻ നിലപാടുകളോടും ഗാന്ധിയുടെ കൃതികളോടുമുള്ള ഒരു അകലമോ പുച്ഛോ പല അളവിൽ, ചിലരിൽ വളരെ പോസിറ്റീവ്ലി ക്രിട്ടിക്കലായിട്ടായിരിക്കാം. പക്ഷേ ഇത് പല അളവിൽ പ്രവർത്തിക്കുന്നത്, ഈ ഒരു കുഞ്ഞിൽ ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ ലെവൽ നോക്കുമ്പോൾ ഈ വിഷത്തിൻ്റെ ഒരാഴം നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ഒരുപക്ഷെ അന്നതെനിക്കൊരു വിഷമായിട്ടല്ല തോന്നിയതെങ്കിൽ ഞാനൊന്ന് ഞെട്ടിയെന്നുള്ളതല്ലാതെ അതിൻ്റെ ആഴം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി വരികയും ഇന്ന് എനിക്കത് കേൾക്കുമ്പം അറിയാം, ഞാൻ ഓർത്തെടുക്കുമ്പോൾ എനിക്കറിയാം അവൻ്റെ ആ പ്രയോഗത്തിൻ്റെ അടിയിലുള്ള വയലൻസ്.
ഇന്ന് ഞാൻ ടി ടി ശ്രീകുമാറിൻ്റെ ലേഖനം വായിച്ചിട്ട്, ടി ടി ശ്രീകുമാറിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലേഖനമാണ്. ശ്രീകുമാർ ഗാന്ധിയെ ആർക്കും വേണ്ടായിരുന്നു 47 ശേഷം എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായ കാര്യമാണ്. നമ്മളൊരു അതിൻ്റെ വൈകാരികതയും ബൗദ്ധികതയും ചരിത്രപരതയും എല്ലാം ചേർത്ത് വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് ശ്രീകുമാർ പറഞ്ഞ വാദത്തിൽ ഒരു അണുവിട വിയോജിക്കാൻ എനിക്ക് തോന്നിയില്ല. പലതവണ വായിച്ചു വരുന്നു ഈ ഗാന്ധിയെ. എന്ന് മാത്രമല്ല, ശ്രീകുമാറിൻ്റെ ലേഖനത്തിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് നിന്ന് ഒഴിവാക്കിയാൽ ഗാന്ധി നേരത്തെ ഇല്ലാതാവുമായിരുന്നു എന്ന് പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ കേരളത്തിൽ, ഞാൻ പറയാൻ കാരണം നമ്മൾ പല ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഇടതുപക്ഷത്തോട് ഒബ്സസ്ഡായ, അല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികളോട് ഒബ്സസ്ഡായ ബന്ധം സൂക്ഷിക്കുന്ന ആളുകളായിട്ടും കൂടെ പറയുകയാണ്. വാസ്തവത്തിൽ അത് ആ പാർട്ടിയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയും 99% പേരുടെയും ഈ പഴയ പാർലമെൻ്ററി സ്ട്രാറ്റജിയുടെ ഭാഗം പോലെ തന്നെയാണ് ഗാന്ധിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള, അസിമുലേറ്റ് ചെയ്യാനുള്ള ശ്രമം. അത് വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ അവരുടെ, അത് മാത്രമല്ല ഏത് സംഘടനയ്ക്കും ഏതൊരു എത്തിക്കൽ സ്പേസിലും അത് ആവശ്യവുമാണ്. പക്ഷേ കേരളത്തിൽ ഈ അസിമുലേഷൻ നടക്കുന്നതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് നല്ല സംശയമുള്ള ഒരാളാണ് ഞാൻ. അത് ഏറ്റവും വലിയ പ്രാസംഗികർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പോഴും കാര്യം, നമ്മൾ ചൂടുവെള്ളത്തെ ഇവിടെ പൂച്ചയെ പോലെ ഈ സാമൂഹ്യ ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഈ പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം സ്ട്രാറ്റജികൾ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കണ്ണീരിനേക്കാൾ വളരെ പ്രധാനമാണ് പുതിയ തലമുറയോട് വളരെ എക്സ്ട്രീമായ, സുചിത്ര പറഞ്ഞതുപോലെ ഈ എന്താണ് ഡെവലപ്മെൻറ്റലിസത്തിനെതിരായി ഗാന്ധി എടുത്ത സ്റ്റാൻഡ്? സ്വാശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇരുന്ന് തുണി നെയ്യുക. നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഡിബേറ്റുകൾ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് തന്നെ. ഇപ്പം ഞാനീ പറയുമ്പോൾ ഞാനും ഒരു തീവ്രവാദിയാണെന്ന് പലരും പറയും, പറഞ്ഞോട്ടെ. പക്ഷേ ഇത്രയും കാലത്തെ ഡെവലപ്മെൻറ്റ് ശരിയാണോ തെറ്റാണെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇനിയെങ്കിലും ഈ വിഷയം, ഈ ഒറ്റപ്പെട്ട കോമാളികളായി നമ്മൾ കരുതിയിരുന്ന ഗാന്ധിയന്മാരുടെ ലോകത്തിൻ്റെ അകത്തുള്ള വികസനത്തെക്കുറിച്ചും സ്വാശ്രയ ജീവിതത്തെക്കുറിച്ചുമുള്ള വളരെ വിമർശനാത്മകവും റാഡിക്കലുമായ സങ്കല്പങ്ങൾ കുറേ കൂടെ ഗൗരവമായിട്ടും കുറേ കൂടെ ഹൃദയത്തിൽ തട്ടിയും ആലോചിക്കേണ്ട സമയം മറ്റ് മുഖ്യധാര ആശയങ്ങൾ തലയിൽ കൊണ്ട് നടക്കുന്ന നമ്മളെപ്പോലെയുള്ള വിഷലിപ്തരായ തലച്ചോറുകൾ അടിയന്തരമായിട്ട് ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ്. എന്തുകൊണ്ട് സുചിത്ര ഇതുവരെ അത് സംസാരിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണം പോലും ഞാൻ അവിടെ കാണും. ഇതൊന്നും സംസാരിക്കുന്നത് ലജ്ജ വരും നമുക്ക്. ഗാന്ധിയെക്കുറിച്ചൊക്കെ പിന്നെ ഈ ഖദറിനകത്ത് സമൂഹത്തിൽ നിൽക്കുമ്പോൾ തോന്നിയ ലജ്ജയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ നേരെ അതർ സൈഡാണ് എൻ്റെ കുട്ടി പറഞ്ഞത്, അവനെ ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞു. ഈ രണ്ട് എക്സ്ട്രീമിൻ്റെ അകത്തുനിന്ന് ഗാന്ധിയെ തിരിച്ച് പുതിയൊരു സമകാലിക സമൂഹത്തിലേക്ക് നിങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഈ വളരെ യുട്ടോപ്യനാണെന്ന് തോന്നുമെങ്കിലും സ്വപ്നജീവികളുടെ ഭ്രാന്തായിട്ട് വീണ്ടും പിന്നെ കളിയാക്കപ്പെടുമെങ്കിലും അത് അടിയന്തരമായൊരാവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ പ്രത്യേകിച്ചും പ്രശസ്തരായ ന്യൂ മാർക്സിസ്റ്റ് സ്വഭാവമുള്ള എഴുത്തുകാർ വരെ നിരന്തരമായിട്ട് ഇത് എഴുതേണ്ടി വരികയും അവരിൽ തന്നെ പലരുടെയും എഴുത്ത് സ്യൂടാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ശ്രീകുമാർ കഴിഞ്ഞ ചെയ്ത ലേഖനം വളരെ പ്രധാനമാണ്. അത് ഗോപിയും സുധീഷും കൂടി ഇങ്ങനെ പ്രദർശനത്തിന് ഇറങ്ങിയത് പോലും ഈ ഒരു ചരിത്രത്തിൻ്റെ നമ്മുടെ തലമുറയുടെ ഒരു കുറ്റബോധമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും നമ്മളെല്ലാം തന്നെ ഇതൊരു വലിയ കാര്യമായിട്ടല്ല കാണുന്നത്. നമ്മുടെ കുറ്റബോധത്തിൽ നമ്മുടെ വിമ്മിട്ടമാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗാന്ധിയെക്കുറിച്ച് ഗോപി ഞാൻ ഒരേ സ്ഥാനിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് വായിക്കുന്നത് വഴി എന്തെങ്കിലും അറിയാം. പക്ഷേ ഈ വിമ്മിട്ടം വളരെ പ്രധാനമാണ്. അതേ വിമ്മിട്ടം തന്നെയാണ് എൻ്റെ ഈ കവിതയ്ക്ക് എത്തുള്ളൂ. ഈ അടുത്ത 9-ാം തീയതിയാണ് 100 വർഷം തികയുന്നത് ഗാന്ധി ഈ ഇവിടെ നിന്ന്. ഞാൻ എഴുതിയ കവിതയുടെ കാര്യമാണ് പറയുന്നത്. അത് ഗാന്ധി നമ്മുടെ ഇവിടെ നിന്നാണ് അരൂക്കുറ്റി എന്നൊരു ബോട്ടിൽ, അതാ വൈക്കസത്യാർന്ന പുസ്തകത്തിലുണ്ട്. അരൂക്കുറ്റി എന്നൊരു ബോട്ടിൽ വന്ന് ഇവിടെ വൈക്കത്ത് വന്ന് ഇറങ്ങുന്നത് 9-ാം തീയതി സന്ധ്യയ്ക്ക് 6 മണിക്കാണ്. കൃത്യ റിപ്പോർട്ടുണ്ട് അതിൻ്റെ. ആ 6 മണി സമയത്താണ് ഈ കുട്ടി പോയിട്ട് ഗാന്ധിയെ തൊടാൻ വേണ്ടി പോകുന്നത്. ഇയാൾ വണ്ടിയിൽ പിന്നെ തുറന്ന കാര്യം. അപ്പോൾ അതിന് കൃത്യം 100 വർഷമാവുന്ന സമയമാണ് ഇത്. ഇവിടുത്തെ ഗാന്ധിയുടെ പേരിലോ അല്ലാതെയോ ഒക്കെ നടത്തുന്ന മുഖ്യധാര പിന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ഈ 100 വർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, അവരെ നടത്തുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഒരു ആഘോഷം അല്ല ഈ 100 വർഷത്തിൻ്റെ ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നും ഇന്ന് നമ്മളെല്ലാം പിന്തുടരുന്ന ഡെവലപ്മെൻറ്റിസത്തിനെതിരായിട്ടുള്ള വലിയ സമരത്തിൻ്റെ ആരംഭ ബിന്ദുവായിട്ടാണ് ഈ സമയത്തെ കാണേണ്ടതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഈ പറഞ്ഞ ഞാനും ഒക്കെ ഇതിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മൾ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ളതിലേക്ക് നമുക്ക് കുറ്റബോധത്തോടെയും ആത്മനിന്ദയോടെ മാത്രമേ പറയാനുള്ള അവകാശമുള്ളൂ. വളരെ ക്രിട്ടിക്കലായിട്ട് ഗാന്ധിയെ ചിത്രീകരിച്ചിട്ട് 4 വരി ഉണ്ട് ആറ്റൂർ രവിവർമ്മയുടെ.
മുഴുക്കഷണ്ടിയായ മുൻപല്ലുകൾ പോയ അരമുണ്ട് മാത്രമുടുത്ത വെടിത്തുളപ്പെട്ട ഒരു ചോദ്യചിഹ്നം മാത്രം എന്നുള്ള ഇത് ഒരേ സമയം ഗാന്ധിക്ക് പുറത്തുള്ള ഗാന്ധിയുടെ പേരിലുണ്ടായ ഒരു വലിയ ഇന്ത്യൻ ആഖ്യാനത്തോടുള്ള വിമർശനം, ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളോടുള്ള വിമർശനാത്മക സമീപനം, ശ്രീലങ്കയിലെ വലിയ പട്ടാള ഇടപെടലിൻ്റെ കാലത്ത് എഴുതിയ കവിതയുടെ അവസാന വരിയാണിത്. ശ്രീലങ്കയിൽ ഉള്ള മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് കൂട്ടുനിന്ന ഇന്ത്യയുടെ മനോഘടനയെക്കുറിച്ചിട്ടുള്ള ആറ്റൂരിൻ്റെ ഒരു വിശദീകരണം ആണ് ഈ 4 വരികളുള്ളത്. അപ്പോൾ ഗാന്ധി ഒരേ സമയം നമ്മുടെ ഇപ്പോഴും സമാധാനത്തിൻ്റെയോ പുതിയ ബദലിൻ്റെയോ നമ്മുടെ സാമൂഹികമായ കാൽപ്പനിക ചരിത്രബോധത്തിൻ്റെയോ ഒക്കെ തുടർച്ചയായിരിക്കെ തന്നെ അത് നമ്മൾ ചുമക്കുന്ന വിഷത്തിൻ്റെയും അനീതികളുടെയും ഭരണകൂട ഭീകരതകളുടെയും കൂടെ പ്രതിനിധാനം ഈ ഗാന്ധിക്കകത്ത് തന്നെ കിടപ്പുണ്ടെന്നുള്ളതാണ്. അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എന്താണ് ധൈഷണിക ഭാരമായിട്ടാണ് ഗാന്ധി നമ്മളെ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിമ്മിട്ടം വരുന്നത്. ആനന്ദത്തോടെയോ സന്തോഷത്തോടെയോ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ഗാന്ധിയെ ഓർക്കാൻ സുചിത്രയ്ക്ക് കഴിയുന്നുള്ളതല്ലാതെ നമുക്ക് ആർക്കും തന്നെ ഈ കടുത്ത ഭാരത്തിൻ്റെ വിമ്മിട്ടത്തോടെ അല്ലാതെ ഒരു പുതിയ ഗാന്ധിയെക്കുറിച്ചും പഴയ ഗാന്ധിയുടെ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കാനോ ഓർക്കാനോ പറ്റില്ല. അതുകൊണ്ടും കൂടെയാണ് ഞാൻ എഴുതിയ കവിതകൾ പലതും ഒട്ടും വെട്ടമില്ലാത്തതും ഇരുണ്ടതും ഒക്കെ ആയിപ്പോയിട്ടുള്ളതെന്ന് ഒരു സമാധാനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ 2-3 കവിത വായിക്കാം. കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ അത് നല്ലതാണ്. കുറച്ച് പേരിക്കുമ്പോഴാണ് വായിക്കാൻ ചെറിയ മാറി 2-3 കവിത വായിക്കാം അല്ലേ. ഗാന്ധിയെക്കുറിച്ചുള്ള 2 കവിത ആദ്യം വായിക്കാം. പിന്നെ അതെ അത് വായിക്കാം. ഞാനൊരു പ്രത്യേക സൗത്ത് ആഫ്രിക്കയിലുള്ള എഴുത്തുകാരും മ്യൂസീഷ്യൻസുമായിട്ടുള്ളൊരു സംഘവും ഇന്ത്യയിലുള്ള വിവിധ ഭാഷകളിലുള്ള മ്യൂസീഷ്യൻസും കവികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൊളാബറേറ്റഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഗാന്ധി ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഗാന്ധി ഗാന്ധിയൻ പാരമ്പര്യത്തെ നശിപ്പിക്കുന്ന പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് നടന്നത് സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്കയിലാണ്. ഇന്ത്യയിലെ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല, സൗത്ത് ആഫ്രിക്ക എന്നത് പടർന്ന് ഇത് കോങ്കോയിലെ പ്രശസ്തമായ കോങ്കോയിലല്ലേ യൂണിവേഴ്സിറ്റിയിൽ, അതെ കൊങ്കോയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രതിമ അടിച്ച് തകർത്തു. ഈ ഫിനിക്സ് വില്ലേജിൻ്റെ അകത്തും വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ അകത്ത് പോലും അതിലെ പല മ്യൂസീഷ്യൻസും പല എഴുത്തുകാരും ഉന്നയിച്ച പ്രധാനപ്പെട്ട സംശയം ഗാന്ധിയിൽ റേസിസ്റ്റിനെ നിങ്ങൾക്ക് മറച്ചു വയ്ക്കാവുന്നതാണ്. ഇന്ത്യക്കാരെന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗാന്ധി പണ്ഡിതനല്ല, ഗാന്ധി പണ്ഡിതരോട് സംസാരിക്കുന്നതാണ് നല്ലത്. ഗാന്ധി പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ അവർ മറുപടിയായിട്ട് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞതായിരിക്കും ശരി എന്നുള്ള ഗാന്ധിയുടെ ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഗാന്ധിയെ വായിക്കേണ്ടത്. സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഗാന്ധി അല്ല. ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന നൈതികാശയത്തെ ഇന്ന് വിശദീകരിക്കാൻ പാകം അതിന് നമ്മൾ ആ പഴയ സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിയെ നമ്മൾ കൂട്ടുപിടിക്കരുത് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എന്നുള്ള ഒരു സമാധാനം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഗാന്ധി സൗത്ത് ആഫ്രിക്കൻ കാലത്ത് റേസിസ്റ്റ് നിലപാട് എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് തന്നെ. എന്തായാലും അങ്ങനത്തെ വർക്ക്ഷോപ്പിലുണ്ടായ കവിതയാണ്. പക്ഷേ ഈ കവിത ഗാന്ധി ഒരു മാലപ്പാട്ടിൻ്റെ ഒരു അപ്രിസിയേഷൻ്റെ സ്വഭാവത്തിലുള്ള പാട്ട് പോലെ എഴുതി അങ്ങനെ ഒരു അന്തർദേശീയമായ ഒരു പ്രോജക്റ്റിലാകുമ്പോഴത്തേക്കും നമ്മുടെ തദ്ദേശീയമായ ഒരു മോട്ടീഫ്, ഗാന്ധിയെ തൊട്ട ബഷീറിൻ്റെ മോട്ടീഫിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്തുതിഗീതമായിട്ട് എഴുതി അങ്ങനെയാണ് ഞാൻ അങ്ങനെ സതുദ്ദേശത്തിലൊരു ഗാനമായിട്ട് എഴുതി തുടങ്ങിയത്. പക്ഷേ ഇത് എൻ്റെ പതിവ് പോലെ ഉള്ള സിനിസിസം കൊണ്ടൊക്കെ ആയിരിക്കാം ഈ കവിതയുടെ അവസാന ഭാഗമായപ്പോൾ ഇത് കവിത എന്നെ പറ്റിക്കുകയും അത് അതിൻ്റെ വഴിക്ക് പോയി അത് വലിയ വയലൻ്റ് ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാട്ടായിട്ട് പാടാൻ പ്രയാസമായിരിക്കും കവിതയായിപ്പോൾ. അങ്ങനെ പാട്ടിൽ നിന്ന് കവിതയിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട് ഇതിൻ്റെ. അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഞാൻ. ഗാന്ധി തൊടൽമാല. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ
തൊട്ടു ഞാനുമ്മ, തൊട്ടു ഞാനുമ്മ, ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ, കടലു കര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു വൈക്കം ജട്ടിയിൽ ബോട്ടടുത്തു ഗാന്ധി വന്നുമ്മ, നാട്ടിൽ കാന്തി വന്നുമ്മ, ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു, വിത്തു പൊട്ടി ചെടിയായി വൈക്കമൊരു വടിയായി, നോക്കി നിൽക്കേ എന്തുമായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ, തൊട്ടു ഞാനുമ്മ, തൊട്ടു ഞാനുമ്മ, ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങും ഉയിരിൽ തൊട്ടു ഞാനുമ്മ, ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ, വന്മലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, രാമനെ റഹീം പോലെ അയ്യനെ വാവര് പോലെ, വൈക്കത്തപ്പനെ കൊരമ്പുലയൻ ചെന്നു തോടും പോലെ, തൊട്ടു ഞാനുമ്മ, തൊട്ടു ഞാനുമ്മ, ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലിഴ ചേർന്ന ഗൽബിൽ തൊട്ടു ഞാനുമ്മ, പിന്നൊരു നാൾ ഇന്ത്യ രണ്ടു തുണ്ടായി, കാന്തിയോടപര കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി, തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ, തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ, ഗോഡ്സെ തൊട്ടുമ്മ, ഗോഡ്സെ തൊട്ടുമ്മ, ഗാന്ധിയ ഗോഡ്സെ തൊട്ടുമ്മ, കാഞ്ചിയിൽ വിരൽ കൊണ്ട് ഗോഡ്സെ തൊട്ടുമ്മ, തൊട്ടു ഞാനുമ്മ, തൊട്ടു ഞാനുമ്മ, കാന്തിയെ തൊട്ടു ഞാനുമ്മ, പട്ടടയിൽ കത്തും ഇന്ത്യയെ തൊട്ടു ഞാനുമ്മ. രണ്ടാമത്തെ കവിത ഇതും ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ എഴുതിയ കവിതയാണിത്. ഇതൊരു പ്രത്യേക ഒരു ലേഖനത്തിൽ ഇൻസ്പയർ ചെയ്തതാണ്. അതായത് ഗാന്ധി ഈ മരിച്ചു വീഴുന്ന വെടിയേറ്റ് വീഴുന്ന സമയത്ത് പറഞ്ഞത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു കോൺട്രവേഴ്സി, അതിനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മിത്തിക്കൽ പാരഡിയുമാക്കിക്കൊണ്ടിരിക്കുന്ന ലേഖനം വായിച്ചപ്പോഴാണത് ഈ കവിതയിലേക്ക് ഞാൻ വന്നത്. അത് റാം റാം എന്നാണോ ഹേ റാം എന്നാണോ, പിന്നെ മാത്രമല്ല ഈ വെടിവെച്ച ആളുകൾ പറയുന്നത് അദ്ദേഹം വെറുതെ ഞരങ്ങിയ മാത്രമേ ഉള്ളൂ. അങ്ങനെ പല വെർഷൻസ് ഉണ്ട്. ലോകത്തിലെ എല്ലാ ചരിത്ര വസ്തുക്കൾക്കും വേണ്ടി ഇത്തരം പല വെർഷൻസ് ഉണ്ട്. അതിൽ ആധിപത്യം ചെലുത്തുന്നതാണ് ചരിത്രമായിട്ട് മാറുക. ഏതായാലും ഇപ്പോഴും നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു ശബ്ദം, ഒരു വാക്ക്, ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത ഒരർത്ഥം ഗാന്ധിയുടെ അവസാനത്തെ ശബ്ദത്തിനുണ്ടായിരിക്കണം എന്ന് തന്നെ വിചാരിക്കാം. ഇത് ഞാൻ ഏതാണ്ട് ആഫ്രിക്കയിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എനിക്ക് ആഫ്രിക്കയിലെ ഈ ഡിബേറ്റിൻ്റെ കൂടെ പശ്ചാത്തലം ഉള്ള സമയമാണ് ആഫ്രിക്കയിലെ ഇന്ത്യയിലെ ഗാന്ധിയെക്കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നദികളിൽ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്ന പോലത്തെ ഒരു തോന്നലുണ്ടായിരിക്കും. അങ്ങനെ എഴുതിയ കവിതയാണത്.
ഒടുക്കം പറഞ്ഞത്, കവിതയുടെ പേര് ഒടുക്കം എന്നാണ്. ഒടുക്കം പറഞ്ഞത് എന്തായിരിക്കാം, പതുക്കെ പതുക്കെ ഹേ റാം എന്നോ. നിർത്തി നിർത്തി റാം റാം എന്നോ. ഒടുക്കം പറഞ്ഞത് എന്തായിരിക്കാം. നീണ്ട മൗനത്തിൽ ഉണങ്ങാൻ വിരിച്ചോരലർച്ച ഞരക്ക ശവക്കച്ചയോ. അന്ത്യസ്വപ്നത്തിൽ ഉറങ്ങാൻ വിരിച്ചോരഗ്നിമന്ത്ര കരിക്കട്ടകളോ. നീണ്ട മൗനത്തിൽ ഉണങ്ങാൻ വിരിച്ചോരലർച്ച ഞരക്ക ശവക്കച്ചയോ. അന്ത്യസ്വപ്നത്തിൽ ഉറങ്ങാൻ വിരിച്ചോരഗ്നിമന്ത്ര കരിക്കട്ടകളോ. അതോ റാം റഹീം എന്നോ പറഞ്ഞു നീ. കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് ചൊല്ലിക്കൊണ്ടു ചാവും. എന്നോ പറഞ്ഞു നീ. കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് ചൊല്ലിക്കൊണ്ടു ചാവും. പഞ്ചനദികളും ഗംഗ യമുനയും ബ്രഹ്മപുത്ര കൃഷ്ണ ഗോദാവരികളും പേരാർ മഹാനദി വൈഗയും തുങ്കയും ഇന്നും അത് ഏറ്റുപാടുന്നു. കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് ചൊല്ലിക്കൊണ്ടു ചാവും. നൈലും നൈജറും കോങ്കോ സാംബേസിയും ഓറഞ്ച് ലിംപോപ്പോ സകല ജലങ്ങളും ഒഴുകിയെത്തുന്ന ഒരേ കടലിലേക്ക്. കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് ചൊല്ലിക്കൊണ്ടു ചാവും. ഒടുക്കം. ഇത് ചൊല്ലണോ? മഹബൂബ് ചൊല്ലണോ? മഹബൂബ് ചൊല്ല. അതിന് മുമ്പ് ഞാൻ വേറൊരു കവിതയുടെ ചെറിയ പോർഷൻ ചൊല്ല. അതായത് അത് മുഴുവൻ ചൊല്ലാനുള്ള ആരോഗ്യം എനിക്കില്ല. അത് ഏകാന്തതയുടെ 50 വർഷങ്ങൾ എന്നുള്ള കവിതയ്ക്കകത്തെ ഗാന്ധിയെക്കുറിച്ച്, ഇപ്പോൾ ഈ ഗാന്ധിയുടെ ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനതങ്ങനെ ആലോചിച്ചു. ആ ഭാഗം മാത്രം വായിക്കുക. കാര്യം അതിൽ ആ കവിതയിലെ ഒരു കഥ, ഒരു ഗാന്ധിസത്തിലും മറ്റ് പല കാലത്തെ ആദർശങ്ങളിലും പെട്ട ഒരു കഥാപാത്രം കോമയിലായി സ്വാതന്ത്ര്യകാലം മുഴുവൻ കോമയിൽ കിടക്കുന്നതിനെക്കുറിച്ച്, സ്വാതന്ത്ര്യാനന്തര കാലം മുഴുവനും കോമയിൽ കിടക്കുന്നതിനെക്കുറിച്ചാണ് ആ കവിത. ആ കവിതയിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള വളരെ പല ഭാഗങ്ങളിൽ ഗാന്ധിയെക്കുറിച്ചുള്ള മെൻഷനുണ്ട്. പക്ഷേ ഗാന്ധിയെക്കുറിച്ച് വളരെ നേരിട്ട് പറയുന്ന, ഇയാൾ ഈ പട്ടണത്തിൽ പഠിക്കാൻ പോകുന്നതോടുകൂടിയാണ് ഇയാൾ ആകപ്പാടെ മാറുന്നത്. ഇതിൻ്റെ ഭാഷ തന്നെ മാറുകയാണ്. തിരിച്ചു വരുമ്പോൾ, നാട്ടിൻപുറത്തേക്ക് തിരിച്ചു വരുമ്പോൾ ചേച്ചി എടുത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പറയുന്ന ഒരു പ്രതികരണമുണ്ട്. ചേച്ചിയോടുള്ള പ്രതികരണം ആ ഭാഗം മാത്രം വായിക്കാം. ജാഥയ്ക്ക് പോകുന്നില്ലേ, ജാലകവാതിൽ തുറന്നെത്തി നോക്കുന്നു പാറു. കാലിന്മേൽ കാലും കയറ്റി രാഘവൻ ഇരിപ്പാണ്. ഇല്ല, ഒന്നിനും പോയില്ലവൻ. കോളാമ്പി പാടും കുന്നിൽ കൊടികെട്ടുവാൻ, മാരിക്കോളിന് ചൂളം കുത്താൻ തിത്തിരിമായും ദിക്കിൽ പോയില്ല. യോഗം കൂടാൻ കാക്കക്കലമ്പിൻ മുക്കിൽ. ഇടയ്ക്ക് കുഞ്ഞൻ വന്നു വിളിക്കും. ചെറുചിരി തടയും മുഖം പൊക്കി. പുസ്തകമടച്ചുകൊണ്ട് ഒരു വാക്കുരച്ചാലായി വായിച്ചു തീർക്കാനുണ്ട്. ഗാന്ധിജി ഒറ്റയ്ക്കാവാൻ പോകുന്നു ചേച്ചി. പുര കത്തുന്നൊരുച്ചയ്ക്കൂണ് പാത്രത്തിൽ കണ്ണും നട്ട് നൊന്തവൻ. വെറിക്കാറ്റ് മൂത്ത നെല്ലോല തൂർത്തും നാദമാണ് അവനിപ്പോൾ. മിണ്ടിയില്ലൊന്നും പാറു. മേൽപ്പുര തുളച്ച് അർക്കൻ അര്യനൂലൂടിൽ ധൂമപാളി പാവിട്ടു നെയ്യുന്നു ഉഷ്ണപടങ്ങൾ. പണ്ട് കപ്പയും കമ്പൻ പുല്ലും വെന്ത ചട്ടിയിൽ നിന്നും കളിയായവൻ കോരി വീർപ്പിച്ച വെയിൽ പോള നെറ്റിയിൽ വീണു പൊട്ടി വേർപ്പുചാലിലൂടിറ്റ് വറ്റിൽ വീഴുന്നു. ചോറ് തണുക്കും മോനെ,
പുക കമ്പളം കീറും ഇടർത്തൊണ്ടയിൽ നീറുന്നമ്മ. ഇത് വളരെ ഇച്ചിരി നീളമുള്ള കവിതയാണ്. ഇനി വിളിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യണം. മോളാണ്. ഇനി ചിലപ്പോൾ വീണ്ടും വിളിക്കുക. അവൾ ട്രെയിൻ കയറാൻ നിൽക്കുക. ഇത് സംസാരിച്ചാൽ വേണേൽ തിരിച്ച് വിളിച്ചോ. ഞാനും മെഹബൂബ് എക്സ്പ്രസ് വായിക്കാം അല്ലേ? ഇപ്പോൾ വായിക്കേണ്ടത് സൊഹ്റാബ്ദീൻ കൊല്ലമാലയൊക്കെയാണ്. ഇവിടെയൊക്കെ വായിക്കാൻ പറ്റും. എനിക്ക് പേടിയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ വായിക്കുക. സൊഹ്റാബ്ദീൻ അവസാനം വായിക്കാം. മെഹബൂബ് എക്സ്പ്രസ് ഒരു ജീവിതരേഖ. ഒരു വേനലവധിക്ക് കോട്ടയം പാസഞ്ചറിൽ ഇരിക്കുമ്പോൾ മെഹബൂബിക്ക പറഞ്ഞു, ഡേ കണ്ണ് കാതിൽ വെച്ച് നോക്ക്, കൊല്ലത്തെ പപ്പടം ഗണ്ടം പപ്പടം, കൊല്ലത്തെ പപ്പടം ഗണ്ടം പപ്പടം എന്നും പറഞ്ഞോണ്ടാ ഈ ട്രെയിൻ ഓടണത്. സത്യം. ശബ്ദത്തിൻ്റെ ഇരുമ്പ് വേഗത്തിൽ കിടന്ന് ആ വായ്ത്താരി തിളച്ചു മറിഞ്ഞു. അതിൽ മുങ്ങാങ്കുഴിയിട്ട ഒരു 12 വയസ്സുകാരൻ്റെ കാതുകൾ ഏതോ റെയിൽപാലത്തിൽ പൊന്തിയപ്പോൾ ഗണ്ടം പപ്പടം ഗണ്ടം പപ്പടം മാത്രം. പാലത്തിൽ ഗണ്ടം പപ്പടം മാത്രമേ കേൾക്കണുള്ളൂ മെഹബൂബിക്ക. കൊല്ലത്തെ പപ്പടം അഷ്ടമുടിക്കായലിൽ വീണുപോയടേ. 6 കൊല്ലം കഴിഞ്ഞ് ദില്ലിയിൽ നിന്ന് മെഹബൂബിക്കയുടെ കത്ത്. കോയി ബഡാ പേട് ഗിർത്താ ഹേ തോ ധർത്തി തോടി ഹിൽത്തി ഹേ എന്നും പറഞ്ഞുകൊണ്ടാടേ ഇപ്പം ഇവിടെ ട്രെയിനുകൾ ഓടണത്. CPIയിൽ ചേരൂ, റഷ്യയിൽ പോവാം, ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തിപ്പുണ്ണാക്കി തുടങ്ങിയ മലയാള തീവണ്ടികൾ മാത്രം ഓടിയിരുന്ന പാളങ്ങൾക്ക് കുറുകെ മെഹബൂബിക്കയുടെ പേട് കടപുഴകി വീണു. ആ ചൊല്ലിൽ ചീർത്തു പൊന്തിയ അർത്ഥം തിരിയാതെ ഞാൻ മറുപടി എഴുതി. അപ്പൊ തീവണ്ടികൾ ഹിന്ദിയിൽ ഓടും അല്ലേ? താമസിയാതെ മെഹബൂബിക്ക സിയാച്ചിനിലേക്ക് ട്രാൻസ്ഫറായി. വല്യപ്പ മരിച്ചിട്ടും വരാനാവാതെ മഞ്ഞിലിരുന്നു ഉരുകി. എൻ്റെ വൻമരം വീണടാ. മഹാത്മജി സ്പാൻ ഷോപ്പ് എന്ന് പുകഴ്പെറ്റ സ്വന്തം ജാപ്പാണക്കടയെയും അയലത്തെ സർദാരിണി പെണ്ണിനെയും ഉപേക്ഷിച്ച് വല്യാപ്പ ലാഹോറിൽ നിന്ന് രക്ഷപ്പെട്ടത് പാകിസ്ഥാൻ പാർട്ടീഷ്യൻ പാകിസ്ഥാൻ പാർട്ടീഷ്യൻ എന്ന് ദില്ലിയിലേക്ക് ഓളിയിട്ട ഒരു പുകവണ്ടിയിലായിരുന്നത്രേ. തോക്കുകളോടും വടിവാളുകളോടും ദക്ഷിണാമൂർത്തി എന്നാണത്രേ പേര് പറഞ്ഞത്. വീട്ടിലെ അരപ്രൈസിൽ ചാരിയിരുന്ന് എന്നെ ചേർത്ത് പിടിച്ച് വട്ടത്തിൽ വിട്ട കാജാബീഡി പുകയിലേക്ക് ചൂണ്ടി വല്യാപ്പ പാടിയ പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഖാലിസ്ഥാൻ എന്ന തീവണ്ടിയിൽ ഞാനിപ്പോ രവിയും ബിയാസും സത്ലജും ഒന്നിച്ച് നീന്തുവാടാ. വല്യാപ്പയാണല്ലേ നിങ്ങളെ തീവണ്ടി ഭാഷ വായിക്കാൻ പഠിപ്പിച്ചത്? തീവണ്ടികളാണ് പഠിപ്പിച്ചത്. വല്യാപ്പയും ഒരു തീ പിടിച്ച വണ്ടി. മഞ്ഞുരുകി അഹമ്മദാബാദ്, അമൃത്സർ, ഡോൾപൂർ, ഗാങ്ടോക്ക്. മെഹബൂബിക്ക തീയും പുകയും ഇല്ലാതെ അലഞ്ഞു. പെണ്ണ് കെട്ടാൻ പോലും വന്നില്ല. അവധിക്ക് സബർമതിയിലേക്കും ജയ്സാൽമീറിലേക്കും മേഘാലയങ്ങളിലേക്കും വണ്ടി പിടിച്ചു. ഇതിനിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകങ്ങളിലും നാഗമ്പടം പാലത്തിനടിയിലെ കഞ്ചാവിലും ധ്യാനിച്ച് എൻ്റെ തലയിൽ വേറെയും ശകടങ്ങൾ മൂളി പറക്കാൻ തുടങ്ങിയിരുന്നു. ഇരട്ടവാലൻ പുഴു പോലെ ഒരിക്കൽ ഞാൻ തുളച്ചു കയറി. നിങ്ങൾക്ക് പലതും അറിയില്ല മെഹബൂബിക്ക. താക്കൂർ ബ്രാഹ്മിൻ ബനിയാ ചോട്ട് ബാക്കി സഭേ DS4 എന്ന ഒരു ഉൾനാടൻ കവലയിൽ നിന്ന് തിരിച്ച വലിവണ്ടി ഇപ്പോൾ തിലക് തരാസു ഓർ തൽവാർ ഇൻകോ മോരെ
ഇൻകോ മാരെ ചൂത്തെ ചാർ എന്ന് ഗംഗാ സമതലത്തിൽ എമ്പാടും ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല മെഹബൂബിക്ക. താക്കൂർ ബ്രാഹ്മിൻ ബനിയാച്ചോട് ബാക്കി സഭയെ DS4 എന്ന ഒരു ഉൾനാടൻ കവലയിൽ നിന്ന് തിരിച്ച വലിവണ്ടി ഇപ്പോൾ തിലക് തരാസു ഓർ തൽവാർ ഇൻകോ മാരോ ജൂത്തെ ചാർ എന്ന് ഗംഗാ സമതലത്തിൽ എമ്പാടും ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല മെഹബൂബിക്ക. തീവണ്ടിപ്പാതയില്ലാത്ത കിഴക്കൻ മലകളിലെ വടക്ക് കുനാനിലെ പൊഷ്പോറയിലെ അടിവയറുകളിൽ കല്ലിച്ച് കിടക്കുന്ന നിശബ്ദതയെ നിങ്ങൾ കേട്ടിട്ടില്ല മെഹബൂബിക്ക. അതിന് എന്റെ ദേശീയ ഗാനം തീവണ്ടി അല്ലേടാ ഹമുക്കെ. പാമ്പൻ പാലം കടന്ന് ശ്രീപെരുമ്പത്തൂർ എന്നിഴഞ്ഞ ചാവേറ് വണ്ടിയെപ്പറ്റി ഒറ്റക്കൊമ്പൻ റെയ്നോയുടെ പടം പതിച്ച കാർഡ് വന്നത് 991 കാസിരംഗയിൽ നിന്ന്. 92 ഗാന്ധി തലയുള്ള സാധാ പോസ്റ്റ് കാർഡുകൾ പലയിടങ്ങളിൽ നിന്ന് തുരുതുരെ വന്നു. സൗഗന്ധ് രാം കെ ഖാത്തെ ഹേ മന്ദിർ വഹാ ബനായേംഗെ, ഏക് ധക്ക ഓർ ദോ ബാബറി മസ്ജിദ് ധോട് ദോ, യേ തോ ഹോ ഗയാ കാശി മദിന ബാക്കി ഹേ. അദൃശ്യരായ തീവണ്ടികളാണടാ 2003 അഹമ്മദാബാദിൽ നിന്ന്. പകരം മെഹബൂബ് എലോൺ 1961@hotmail.com WH ഓർഡറിന്റെ നൈറ്റ് മെയിലിലെ വരികൾ ഞാൻ അയച്ചു കൊടുത്തു. ദിസ് ഈസ് ദ നൈറ്റ് മെയിൽ ക്രോസിംഗ് ദ ബോർഡർ, ബ്രിങ്ങിങ് ദ ചെക്ക് ആൻഡ് ദ പോസ്റ്റൽ ഓർഡർ. ലെറ്റേഴ്സ് ഫോർ ദ റിച്ച്, ലെറ്റേഴ്സ് ഫോർ ദ പുവർ, ദ ഷോപ്പ് അറ്റ് ദ കോർണർ ആൻഡ് ദ ഗേൾ നെക്സ്റ്റ് ഡോർ. മെഹബൂബിക്ക അത് സബർമതി എക്സ്പ്രസിലേക്ക് വിവർത്തനം ചെയ്തു. മുസൽമാൻ കാ ഏക് ഹേ സ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ, ഗോദ്ര ഗുൽബർഗ് നരോദ പാട്യ, ഘുൻ ക ബദല ഘുൻ. ദില്ലിയിൽ നിന്നുള്ള ഇലക്ട്രിക് ട്രെയിനുകൾ 4 കാലിൽ ഗോമാതാക്കി ജയ് അമറിക്കൊണ്ടിരിക്കെ 2015 സെപ്റ്റംബർ ഒടുവിൽ മെഹബൂബിക്ക പെൻഷനായി. നാട്ടിൽ വാങ്ങിയ ഒറ്റയാൾ ഫ്ലാറ്റിലേക്ക് മടക്കം. അഖ്ലാഖ് അഖ്ലാഖ് അഖ്ലാഖ്. കറവ പറ്റിയ ഗാവുകളെ വകഞ്ഞ് അറക്കവാൾ പോലെ തെക്കോട്ട് പാഞ്ഞ രാജധാനി എക്സ്പ്രസിന്റെ ശബ്ദകാഗോളം മോന്തി ദക്ഷിണാമൂർത്തിയായ വല്യാപ്പ രാവെളുക്കോളം ചുടല നൃത്തം ചവിട്ടി. ഞാൻ തന്നെയാടാ മുഹമ്മദ് അഖ്ലാഖ്, നിന്റെ നാടോടി വല്യാപ്പ. വെളുപ്പിന് മെഹബൂബിക്കയുടെ വാട്സാപ്പ് മെസ്സേജ്, നമുക്കേ മഹാത്മജി പാൻ ഷോപ്പ് തുറക്കണം, ഞാൻ രാത്രി അങ്ങേരോട് ഏറ്റുപോയി. 2017 ജൂൺ 19. 2017 ജൂൺ 19. തീവണ്ടിയുടെ കടകട ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളിലേക്കും വിവർത്തനം ചെയ്യാൻ പഠിപ്പിച്ച മെഹബൂബിക്കയ്ക്കരികെ കൊച്ചിൻ മെട്രോയുടെ ഒരു പുതിയാപ്ല കോച്ചിൽ ഞാൻ ചെവികൂർപ്പിച്ചിരിക്കുന്നു. ഡേ, കണ്ണ് കാതിൽ വെക്കണ്ട, ഒന്നും മിണ്ടാതെയായി ട്രെയിൻ ഓടണത്. സത്യം, ശബ്ദമില്ലാത്ത സ്റ്റീൽ വേഗം. ശബ്ദം കൊച്ചിക്കായലി വീണു പോയിടേ. നിശബ്ദതയുടെ ദേശീയ ഗാനം മുഴങ്ങി, ഞങ്ങൾ കലൂരിറങ്ങി. ചതുപ്പിൽ എരകപ്പുല്ല് പോലെ പൊന്തിയ അപ്പാർട്ട്മെന്റുകളിൽ ഒന്നിലേക്ക് മെഹബൂബിക്ക നടന്നുപോയി. നിശബ്ദതയുടെ ദേശീയ ഗാനം മുഴങ്ങി, ഞങ്ങൾ കലൂരിറങ്ങി. ചതുപ്പിൽ എരകപ്പുല്ല് പോലെ പൊന്തിയ അപ്പാർട്ട്മെന്റുകളിൽ ഒന്നിലേക്ക് മെഹബൂബിക്ക നടന്നുപോയി. ഫുട്പാത്തിൽ അടുത്ത കങ്കാണി വണ്ടിക്കു കാക്കുന്ന ദ്രാവിഡ ഉത്കല വങ്ക നാടുകൾക്കിടയിലൂടെ. ഫുട്പാത്തിൽ അടുത്ത കങ്കാണി വണ്ടിക്കു കാക്കുന്ന ദ്രാവിഡ ഉത്കല വങ്ക നാടുകൾക്കിടയിലൂടെ. പോരെ? ശബ്ദം കേൾക്കുന്നുണ്ടാ? ഒട്ടും എടുത്തൊന്നുമില്ല. സൊറാബ്ദീൻ കൊലമാല. ഈ
കത്തി കൊടുത്ത് മാങ്ങ വാങ്ങി ഡും 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 കേട്ടിട്ടില്ലേ? പാട്ട് കേട്ടിട്ടില്ലേ? കൊച്ചുനാളിലൊക്കെ അങ്ങനത്തെ ആ മട്ടിൽ, അതാണ് ഇതിൻ്റെ മട്ട്. തീ കൊടുത്ത് ഗോത്ര വാങ്ങി ഡും ഡും ഡും. ശബ്ദം പോരാ. തീ കൊടുത്ത് ഗോത്ര വാങ്ങി ഡും ഡും ഡും. ഗോത്ര കൊടുത്ത് ചോര വാങ്ങി ഡും ഡും ഡും. ചോര കൊടുത്ത് ഭരണം വാങ്ങി, ഭരണം കൊഴുത്ത് വയറ് വീങ്ങി, വയറിളകി തൂറി നാടാകെ കെട്ട് നാറി ഡും 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 ഡും. സത്യം ചവിട്ടി പുറത്തിട്ട ഹരേൻ പാണ്ഡ്യ ഡും. കൂലിക്കൊലയാളിയായ സൊറാബ്ദീൻ ഡും. സൊറാബ്ദീന്റെ കൂട്ടുകാരി കൗസർഭായി ഡും. സൊറാബ്ദീന്റെ പങ്കുകാരൻ പ്രജാപതി ഡും. സൊറാബ്ദീന്റെ കേസ് കേട്ട ജഡ്ജി ലോയ ഡും. ലോയയുടെ കൂടെ നിന്ന ലോയറന്മാർ ഡും. സൊറാബ്ദീന്റെ ഊര് പേര്, സൊറാബ്ദീന്റെ ഭൂതഭാവി, സൊറാബ്ദീന്റെ മതം ഗുദം, സൊറാബ്ദീന്റെ ജഡം പടം ഡും 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 ഡും. സൊറാബ്ദീനെ പാർത്തവർ, സൊറാബ്ദീനെ പാർത്തവർ, സൊറാബ്ദീനെ ഓർത്തവർ, സൊറാബ്ദീനെ കുളിപ്പിച്ചോർ, സൊറാബ്ദീനെ അടക്കിയോർ, സൊറാബ്ദീനെ എഴുതിയോർ, സൊറാബ്ദീനെ വായിച്ചോർ, സൊറാബ്ദീനെ ചോദിച്ചോർ, സൊറാബ്ദീനെ മായിച്ചോർ, സൊറാബ്ദീൻ ഉള്ളവർ, സൊറാബ്ദീൻ ഇല്ലാത്തോർ, സൊറാബ്ദീൻ ആയവർ, സൊറാബ്ദീൻ അല്ലാത്തോർ, എല്ലാരും 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 ഡും 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 ഡും. സൊറാബ്ദീനെ കൊന്നതാര്? ഡും. ഗാന്ധിയുടെ ആത്മാവ് ക്ഷമിക്കട്ടെ. നന്ദി.